വെൽക്കം ടു QA ഫോക്കസ്. കെമിക്കൽ കൈനറ്റിക്സിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെയൊക്കെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കിയായിരുന്നു. അതിൻ്റെ ഡെറിവേഷൻ പറഞ്ഞായിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഗ്രാഫൊക്കെ നമ്മൾ വരച്ചു പഠിച്ചു അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറയുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷനാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു അതിൻ്റെ ഡെറിവേഷൻ സാധാരണ നമുക്ക് സ്റ്റേറ്റ് എക്സാമിന് നമുക്ക് അങ്ങനെ അധികം ചോദിച്ചിട്ടില്ല. പ്രോബ്ലംസും അല്ലെങ്കിൽ ആ ഫൈനൽ ഇക്വേഷൻ എഴുതാൻ ഗ്രാഫ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതൽ വന്നിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ എക്സാം ഇത്തിരി ടഫായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും വരുന്ന വർഷങ്ങളിലൊക്കെ എക്സാം കുറച്ചും കൂടി ഒന്ന് ടഫ് ആകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. എക്സാമിൻ്റെ ലെവൽ കുറച്ചും കൂടി ഒന്ന് ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡെറിവേഷനും കൂടി ഒന്ന് പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മുടെ CBSE ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡെറിവേഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പഠിച്ച് തന്നെ പൊയ്ക്കോണം കേട്ടോ, പഠിച്ചോണേ. ഓക്കെ, നമ്മുടെ റിയാക്ഷൻ റേറ്റ് അല്ലേ, റിയാക്ഷൻ റേറ്റ് ഫോർ ദി ഫസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് ലോ എക്സ്പ്രഷൻ നമ്മൾ എഴുതുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ നമ്മൾ എഴുതുന്നത് R⁻1 ആണ് അല്ലേ. റിയാക്ഷൻ റേറ്റ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇതെന്ന് പറയുന്ന റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിയാക്റ്റൻസ് ആണ്. ഓർഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെ ഞാൻ R എന്ന് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാത്തത്. KR എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇനി റിയാക്റ്റൻസ് റിയാക്ട് ചെയ്തിട്ട് നമുക്കിവിടെ പ്രോഡക്റ്റ് കിട്ടുന്നു. അപ്പം ഇങ്ങനെ ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ R is equal to minus dr by dt minus dr by dt. ഇൻസ്റ്റൻറ്റേനിയസ് റിയാക്ഷൻ റേറ്റ് നമ്മളൊക്കെ അത് നേരത്തെയൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. ആവറേജ് റേറ്റ് ഉണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന എക്സ്പ്രഷനാണ് ഇത്. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്ത് നോക്കിക്കേ. രണ്ടിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം തന്നെയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആയിട്ട് എഴുതാമല്ലോ. മൈനസ് dr by dt ഈക്വൽ ടു KR എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്കിതിന് ഈ dt അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ R നെ താഴേക്ക് കൊണ്ടുവരാം. ഈക്വൽ ടു K ഇൻറ്റു dt എന്ന് വരും. ഓക്കെ ആണോ? ഈ മൈനസ് സൈഡിനെയും കൂടി ഇപ്പുറത്തേക്ക് മാറ്റി എഴുതുന്നു. അല്ലെങ്കിൽ രണ്ട് സൈഡും മൈനസ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് പ്ലസ് ആയിട്ട് മാറും, ഇവിടെ ഒരു മൈനസ് ആയിട്ട് വരും. എങ്ങനെ വേണമെങ്കിലും എടുത്തോളൂ. ഇവിടെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് പ്ലസ് ആവും, ഇവിടെ ഒരു മൈനസ് വരും. അങ്ങനെയാണെങ്കിൽ എടുത്തോളൂ. ഓക്കെ, ഇവിടെ ഇത് പ്ലസ് ആയി, ഇവിടെ ഒരു മൈനസ് വന്നു, അത്രയേ ഉള്ളൂ. ഇനി ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റിംഗ് നമുക്ക് ലോഗ് R എന്ന് കിട്ടും. ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും മൈനസ് K ഇൻറ്റു T എന്ന് കിട്ടും, പ്ലസ് C വരും. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് C എന്താണെന്നുള്ളത് നമുക്ക് കിട്ടണം. C എന്താണെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടണം. ഓക്കെ, C എന്താണെന്ന് നോക്കാം. അതായത് അറ്റ് ടൈം T ഈക്വൽ ടു 0 എടുക്കുമ്പം കോൺസെൻട്രേഷൻ R എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ R0 ആയിരിക്കും. അതായത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആയിരിക്കും. അത് നമ്മൾ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും മൈനസ് KT പ്ലസ് C ആയിരുന്നു. ഇക്വേഷനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് R0, T0 ആകുമ്പോൾ ഈ ടേം അങ്ങ് പോകും, ഈക്വൽ ടു C എന്ന് കിട്ടും. അപ്പോൾ C നമുക്ക് ലോഗ് R0 എന്ന് കിട്ടി. ശരിയാണോ? അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? മൈനസ് KT പ്ലസ് R0 ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷനാണ്. പഠിച്ചിട്ടോണം കേട്ടോ.
CBSE എന്തായാലും മസ്റ്റായിട്ട് തന്നെ പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ സ്റ്റേറ്റ് സ്റ്റുഡൻസും ഒന്ന് പഠിച്ചിട്ടേക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്, സേഫ്. ഇത് ഫുള്ളും പഠിച്ചില്ലെങ്കിൽ ലാസ്റ്റത്തെ എക്സ്പ്രഷൻ എങ്കിലും ഒന്ന് പഠിച്ചിട്ടേക്കുക. ഓക്കെ ആണോ? ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇത് എന്തിൻ്റെ ഫോം തന്നെയാണ്? y = mx + cയുടെ ഫോം തന്നെയാണ്. y = mx + cയുടെ ഫോം തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ടൈം എടുക്കും, 6 വരും. ഗ്രാഫ് നമുക്ക് കിട്ടുന്ന ഇങ്ങനെയായിരിക്കും. ഇതെന്ന് പറയുന്നത് log r0 ആയിരിക്കും. ഇനി ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? സ്ലോപ്പ് = -k അല്ലെങ്കിൽ k = സ്ലോപ്പ് ആയിരിക്കും. ഓക്കെ ആണോ? ഇനി ഇതിനകത്ത് റേറ്റ് ലോ എക്സ്പ്രഷൻ ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന എങ്ങനെയായിരിക്കും? k = 2.303/t log r0/r അല്ലേ? ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതിലേക്ക് എങ്ങനെ എത്തുന്നതെന്ന് നോക്കാം. ഇവിടെ ഈ KT നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. KT ഇപ്പുറത്തേക്ക് വന്നു, പ്ലസ് ആയിട്ട് മാറി. ലോഗ് KT നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, പ്ലസ് ആയിട്ട് മാറി. ദെൻ ഇവിടെ ലോഗ് ഒരു r0 ഇവിടെ ഉണ്ട്. ഈ ലോഗ് r ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് -log r ആയിട്ട് മാറും. ശരിയാണോ? ഇനി log a - log b എന്ന് പറയുന്നത് log a/b ആണ്. എന്ന് വെച്ചാൽ log r0/log r നമുക്ക് എഴുതാം. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ k = 1/t × log r0/r എന്ന് എഴുതാം. ഓക്കെ. ഇനി ഇത് നാച്ചുറൽ ലോഗാണ്. നമുക്ക് ലോഗ് ടു ദ ബേസ് 10ലേക്ക് മാറ്റണം. 10ലേക്ക് മാറ്റണമെങ്കിൽ ഇതിന് എന്ത് ചെയ്യണം? 2.303 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എന്ത് വരും? 2.303/t log r0/r എന്ന് വരും. കഴിഞ്ഞു. കണ്ടോ? സിമ്പിളാണ്. ഇതും ഒന്ന് പഠിച്ചിട്ടോണം. ഇനി പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവരാണെങ്കിൽ, എല്ലാം കൂടി പഠിക്കാൻ പാടാണെങ്കിൽ ഇത് പഠിച്ചിടുക, അല്ലെങ്കിൽ ഈ എക്സ്പ്രഷൻ പഠിച്ചിടുക. ഒന്നുകിൽ ഈ എക്സ്പ്രഷൻ പഠിച്ചിടുക, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഗ്രാഫ് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ k = 2.303/t log r0/r എന്നുള്ള ഈ എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കുക. ഓക്കെ ആണോ? കഴിഞ്ഞില്ല, നമുക്ക് ഇത്രയും കൂടി പണി ബാക്കിയുണ്ട്. ഇത്രയും കൂടി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തൊന്ന് നോക്കാനായിട്ടുണ്ട്. ഈ ഗ്രാഫിനകത്ത് KT/2.303 = ഈ t ഇപ്പുറത്ത് കൊണ്ടുവന്നു, ഇത് താഴേക്ക് കൊണ്ടുവന്നു, KT/2.303 എന്ന് വന്നു. log r0 - log r ആദ്യം എഴുതിയിരുന്നത് പോലെ തന്നെ ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. ശരിയാണോ? എന്നിട്ട് ഈ ടേമിനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അത് പ്ലസ് ആയിട്ട് മാറും, log r വരും. ഇത് നേരെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും മൈനസ് ആയിട്ട് മാറും, -KT/2.303 log r0. ഓക്കെ ആണോ? ഇത് പ്ലസ് ആണേ, ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട് കേട്ടോ, പ്ലസ്.
ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആയിട്ട് വരും, ഇത് പ്ലസ് ആണ്, ഇവിടെ ഒരു പ്ലസ് സൈനും കൂടി വരും. ഇപ്പം നോക്കിയാൽ നമുക്ക് നേരത്തെ കിട്ടിയ എക്സ്പ്രഷനും ഈ കിട്ടിയതും ഒന്ന് തന്നെയല്ലേ എന്ന്, ഒരേപോലെ തന്നെയല്ലേ വന്നിരിക്കുന്നേ. y ഈക്വൽ ടു mx പ്ലസ് സി, ഇതും എന്തിൻ്റെ ഫോമിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, y ഈക്വൽ ടു mx പ്ലസ് സിയുടെ ഫോമിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കിതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്താലോ. ടൈമാണ് ലോഗ് 6, ഇത് ലോഗ് r0, ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് കെ ബൈ 2.303 ഈക്വൽ ആയിരിക്കും. മൈനസ് കെ ബൈ 2.303 ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ കെ ഈക്വൽ ടു എന്തെന്ന് പറയാം, ഇതിനിപ്പുറത്തുകൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ, സ്ലോപ്പ് ഇൻറ്റു 2.303, ഇനി ഒരു മൈനസ് സൈൻ ഉണ്ടല്ലോ, കെ ഈക്വൽ ടു മൈനസ് സ്ലോപ്പ് 2.303 ഈക്വൽ ആയിരിക്കും. ആരാ കെ? റേറ്റ് കോൺസ്റ്റന്റ് അല്ലേ, റേറ്റ് കോൺസ്റ്റന്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടോണം കേട്ടോ. ഗ്രാഫുകളൊക്കെ ഒന്ന് പഠിച്ചിട്ടോണേ. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 2.303/t ലോഗ് r0/r ആണ്. നമ്മളതിന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു, മൈനസ് കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഇതിന് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ അതൊരു മൈനസ് KT/2.303 ആയി മാറി. അങ്ങനെയാണെങ്കിൽ ലോഗ് r ഈക്വൽ ടു മൈനസ് KT/2.303 പ്ലസ് ലോഗ് r0 എന്ന് വരും. ഇതെന്തിൻ്റെ ഫോമിലാണ്, y ഈക്വൽ ടു mx പ്ലസ് സിയുടെ ഫോമിലാണ്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ഗ്രാഫ് വരയ്ക്കാം. അതിൻ്റെ അകത്ത് സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് k/2.303 ആയിരിക്കും. k ഈക്വൽ ടു മൈനസ് സ്ലോപ്പ് ഇൻറ്റു 2.303 ആണ്. കണ്ടോ, സിമ്പിളായിട്ട് ഇതങ്ങ് പഠിച്ചു പോവുക. ഈ CBSE സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ റേറ്റിലോ എക്സ്പ്രഷൻ എങ്ങനെ കിട്ടുന്നു എന്നുള്ളതും കൂടി ഒന്ന് പഠിച്ചിട്ടേക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പം ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ആണ്. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുതും. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എക്സാമിങ് അടുത്തെത്തി, പിന്നെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക, മറന്നു പോകരുതേ. സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും. ഓക്കെ, ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. എന്താ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ഹാഫ് ഓഫ് ദ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ പകുതി നടക്കാൻ വേണ്ടി വരുന്ന സമയത്തെയാണ് എന്ത് പറയുന്നത്, ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. ശരിക്കും ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷന് നമ്മൾ ഇവിടെ കെമിസ്ട്രിയിൽ നമ്മൾ ഒന്നും കൂടി നമ്മൾ റൈറ്റായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ, ഒരു റൈറ്റ് വേയിൽ നമ്മൾ ഒന്നും കൂടി ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ, time taken to reduce the concentration of reactants to half of its initial concentration. ഇതാണ് ഹാഫ് ലൈഫിൻ്റെ ഡെഫിനിഷൻ. അതായത് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഹാഫായിട്ട് മാറണം. ഏതിൻ്റെ? ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ. അതിന് വേണ്ടി വരുന്ന ടൈം. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഹാഫായിട്ട് മാറണം ആദ്യം ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ എത്രയാണോ അതിൻ്റെ നേരെ ഹാഫായിട്ട് മാറണം. അതിന് വേണ്ടുന്ന ടൈമിനെയാണ് എന്ത് പറയുന്നത്, ഹാഫ് ലൈഫ് ടൈം. ഹാഫ് ലൈഫ് ടൈം ഓഫ് എ റിയാക്ഷൻ, ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതിനെ റേഡിയോ ആക്ടിവിറ്റിക്കകത്ത് ഫിസിക്സിനകത്ത് പഠിക്കാൻ വരുന്നുണ്ട് കേട്ടോ.
സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ലൈഫ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. സീറോ ഓർഡർ റിയാക്ഷൻ, അതിൻ്റെ ടി ഹാഫ് എന്ത് വരും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് K ഈക്വൽ ടു R0 മൈനസ് R ബൈ ടി ആണ്. ശരിയാണോ? ഇനി ഹാഫ് ലൈഫ് എന്ന് പറയുമ്പം ടൈം എത്രയായിട്ട് മാറും? ടി ഹാഫായിട്ട് മാറും. ആ സമയത്ത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണോ അതിൻ്റെ നേരെ പകുതിയായിട്ട് മാറും. അങ്ങനെയെങ്കിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാവേ. ഈ ഇക്വേഷനെ ടിയുടെ ടേംസിലേക്ക് മാറ്റി എഴുതാം. ടി ഈക്വൽ ടു R ബൈ കെ എന്ന് എഴുതാം. ഓക്കെ. ഇനി ടി ഈക്വൽ ടു ടി ഹാഫ് ആവുമ്പം R എത്രയായിട്ട് മാറും? R0 ബൈ 2 ആയിട്ട് മാറും. ബൈ ആരുണ്ട്? കെ ഉണ്ട്. R0 മൈനസ് ഹാഫ് R0 അല്ലേ? എന്ത് വരും? R0 ബൈ 2 വരും. 1 മൈനസ് ഹാഫ് ആണ് അല്ലേ? 1 മൈനസ് ഹാഫ് ആണ്. R0 മൈനസ് ഹാഫ് R0 എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി ഹാഫ് R0 തന്നെ വരും. ഇനി ആരുണ്ട്? കെയും കൂടി ഉണ്ട്. അപ്പോൾ ടി ഹാഫ് ഈക്വൽ ടു ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ബൈ 2K, വേർ K ഈസ് ദി റേറ്റ് കോൺസ്റ്റന്റ്. ഇവിടെ കിട്ടിയോ? ഇത് വെച്ചുള്ള ന്യൂമറിക്കൽസ് ചോദിക്കാം. ന്യൂമറിക്കൽസ് വരാറുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്നുള്ള ന്യൂമറിക്കൽസിൻ്റെ ആയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ വരുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് അതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ എന്തായിരിക്കും? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ എങ്ങനെയായിരിക്കും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഇതേ പാറ്റേൺ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ടി ഹാഫ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മൾ ആദ്യം അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുന്നു. 2.303 ബൈ ടി ലോഗ് 0 ബൈ ആർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമ്മൾ ജസ്റ്റ് ടിയുടെ ടേമിലേക്ക് ഒന്ന് മാറ്റി എഴുതിയേക്കാം, നേരത്തെ എഴുതിയതുപോലെ തന്നെ. ഓക്കെ ആണോ? ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടി ഹാഫായി. ആ സമയത്ത് R എന്ന് പറയുന്നത് R0 ബൈ 2 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ടി ഹാഫ് 2.303 ബൈ കെ ലോഗ് ബൈ ആറിന് പകരം എന്ത് കൊടുക്കാം? R0 ബൈ 2 കൊടുക്കാം. R0 ക്യാൻസൽ ആവും. ഈ 2 നേരെ മുകളിലേക്ക് വരും. 2.303 ബൈ കെ ലോഗ് 2 എന്ന് വരും. 2.303 ഇൻറ്റു ലോഗ് 2 എന്ന് പറയുന്നത് 0.301 ബൈ കെ. ഓൺ സിംപ്ലിഫൈങ് 693 ബൈ കെ. ഇത് ആരുടെ ടി ഹാഫ് ആണ്? ടി ഹാഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇനി ടി ഹാഫ് ഓഫ് സീറോ ഓർഡർ നമുക്ക് എന്താ കിട്ടിയത്? ഓക്കെ, ഓക്കെ ബൈ 2K അല്ലേ? R0 ബൈ 2K ആയിരുന്നു. ഓക്കെ ഓക്കെ, സീറോ ഓർഡർ.
ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ നോക്കിക്കേ. ഇവിടെ കോൺസെൻട്രേഷൻ ടേം വരുന്നുണ്ട്, ഇവിടെ ആരില്ല, കോൺസെൻട്രേഷൻ ടേം ഇല്ല. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻസ്. ആ പോയിന്റ് നോട്ട് ചെയ്തോണം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻസ്. അതേസമയം സെക്കൻഡ് ഓർഡർ കോൺസെൻട്രേഷനെ സീറോ ഓർഡർ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓർഡർ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്ക് ഇതിനകത്ത് അറിയാനുള്ളത് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്താണെന്നാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടാൽ തോന്നും ഹയർ ഓർഡർ ആണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ആക്ച്വലി എന്തായിരിക്കും? ലോവർ ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. ഇതിനെയാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. appear to be of higher order but follow lower order kinetics. ലോവർ ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. പക്ഷേ റിയാക്ഷൻ ഹയർ ഓർഡർ എന്നായിരിക്കും നമുക്ക് അപ്പിയർ ചെയ്യുന്നത്, അതിൻ്റെ ഫോളോ ചെയ്യുന്നത് ലോ ഓർഡർ ആയിരിക്കും. പക്ഷെ അത് റിയാക്ഷനൊക്കെ നമ്മളെല്ലാം നമ്മൾ നോക്കുമ്പം നമുക്ക് തോന്നുന്നത് അത് ഹയർ ഓർഡർ റിയാക്ഷൻ ആയിരിക്കും എന്നാണ്. ഇനി സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ടേമിൽ തന്നെ ക്ലിയർ ആണ്. ഹയർ ഓർഡർ ആണെന്ന് തോന്നും, പക്ഷെ അത് എന്തായിരിക്കും? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. ഹയർ ഓർഡർ ആയിരിക്കത്തില്ല, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. നമുക്കിവിടെ മെയിനായിട്ട് നമുക്ക് രണ്ട് എക്സാമ്പിളാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ഹൈഡ്രോലിസിസ് ഓഫ് എസ്റ്ററും ഹൈഡ്രോലിസിസ് ഓഫ് സുക്രോസും. എസ്റ്റർ എന്ന് പറയുമ്പോൾ CH3COO C2H5. ഇതിനെ നമ്മൾ ഹൈഡ്രോലിസിസ് ചെയ്യുമ്പം കിട്ടുന്നത് COH അസറ്റിക് ആസിഡും എഥനോളും. ഓക്കെ. ഇനി ഇതിൻ്റെ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ റേറ്റ് എഴുതിയാൽ K ഇൻറ്റു COC2H5. ഓക്കെ. വണ്ണും H2O 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓർഡർ വരുന്നത് 1 + 1 2 അല്ലേ വരുന്നത്? ഓർഡർ വരുന്നത് 1 + 1 2 ആണ്. പക്ഷേ ഇവിടെ ഹൈഡ്രോലിസിസിനകത്ത് നമ്മൾ എക്സസ് വാട്ടറാണ് എടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു റിയാക്റ്റൻസ് കൂടുതൽ എമൗണ്ടിൽ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ടേം പിന്നെ നമ്മളതിൻ്റെ ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കാറില്ല. അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുമ്പോഴത്തേക്കും അതിൻ്റെ പവർ നമ്മൾ 0 ആയിട്ട് എടുക്കാറുള്ളൂ. പവർ 0 ആണെങ്കിൽ അത് 1 ആണ്. എനി നമ്പർ റേസ് ടു 0 ഈസ് 1. അങ്ങനെയെങ്കിൽ ആക്ച്വലി ഇത് എന്ത് ഓർഡറേ ഉള്ളൂ? ഫസ്റ്റ് ഓർഡർ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഓർഡർ ആണെന്ന് തോന്നും, പക്ഷെ അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. അതേപോലെ തന്നെ ഹൈഡ്രോലിസിസ് ഓഫ് സുക്രോസ് പ്ലസ് H2O C6H12O6 പ്ലസ് C6H12O6. സുക്രോസ് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ്. ഇവിടെ നമ്മൾ റേറ്റിലോ എഴുതുമ്പോഴത്തേക്കും O11, ഇതിൻ്റെ പവർ 1, ദെൻ H2O അതിൻ്റെ പവറും 1. അങ്ങനെയാണെങ്കിൽ 1 + 1 ഓർഡർ നമുക്ക് ഇവിടെയും 2 എന്നാണ് വരുന്നത്. പക്ഷെ ഇവിടെയും ഹൈഡ്രോലിസിനകത്ത് നമ്മൾ വാട്ടർ എക്സസ് ആയിട്ട് എടുക്കുന്നത് കാരണം റേറ്റിലോ എക്സ്പ്രഷനകത്ത് ഇതിൻ്റെ പവർ 0 ആണ്. ഇതിൻ്റെ പവർ 0 ആണെങ്കിൽ പിന്നെ നമുക്ക് എന്തേ വരുള്ളൂ? ഓർഡർ 1 മാത്രമേ വരത്തുള്ളൂ.
ക്ലിയർ ആയോ? ഇനി ഓർഡർ എന്ന് പറയുന്നത് എന്താ സംഭവം? ഇതിൻ്റെ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു അതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളുടെയൊക്കെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം, നോക്കാൻ മറന്നു പോകരുതേ. അതുകൊണ്ടാണ് ഇവിടെ പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത്. ഓക്കെ, ഇതിൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കെ ഇൻറ്റു y ആണ്. എക്സ് പ്ലസ് വൈ n ഓർഡർ ഓഫ് റിയാക്ഷൻ. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കേസിലാണെങ്കിൽ എസ്റ്ററിൻ്റെ കേസിലല്ലേ, എസ്റ്ററിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ വരുന്നത് ഓക്കെ COH H5OH ഹൈഡ്രോളിസിസ് ആണ്, പ്ലസ് H2O ആണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ R എന്ന് പറയുന്നത് K ഇൻറ്റു CH3COO C2H5 അതിൻ്റെ പവർ 1ഉം അതുപോലെ H2O അതിൻ്റെ പവർ 1ഉം. അങ്ങനെയാണ് ഇവിടെ ഓർഡർ എന്ന് പറയുന്നത് 1 + 1 = 2 ആണ്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് എടുക്കുള്ളൂ? 0 എടുക്കുള്ളൂ. കാര്യം എന്താ? കൂടുതൽ എമൗണ്ട് വാട്ടർ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും റിയാക്റ്റൻസ് കൂടുതൽ എമൗണ്ട് ആയിട്ട് എക്സസ് എമൗണ്ടിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ 1 ആയിട്ട് എടുക്കുകയുള്ളൂ. H2O raised to 0, n number raised to 0 is 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ച്വൽ ഓർഡർ എന്ന് പറയുന്നത് 1 + 0 = 1 ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, ഇത് സാധാരണ എഴുതാൻ ചോദിക്കുന്നതാണ് കേട്ടോ. സ്യൂഡോ ഓർഡർ റിയാക്ഷന് എക്സാമ്പിൾസ് എഴുതാൻ ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ ചിലപ്പം റിയാക്ഷൻ തന്നിട്ട് അതിൻ്റെ ഓർഡർ എഴുതാനായിട്ട് ചോദിക്കാറുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല, പെട്ടെന്ന് അങ്ങ് എഴുതും. അപ്പോൾ അതുമൊക്കെ മൈൻഡിലൊന്ന് കീപ്പ് ചെയ്തേക്കുക. ഗ്രാഫൊക്കെ ഒന്ന് വരച്ച് പഠിക്കുക. ഇനി കൂടുതൽ കണ്ടൻറ്റും ഒക്കെ ആയിട്ട് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി കൂടുതൽ കണ്ടൻറ്റും ടോപ്പിക്സും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.